ഹായ്, ഞാൻ Adeeb. വിവോ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വിവോ V25 സീരീസിൽ പുതിയ ഒരു ഫോൺ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. V25 Pro എന്നുള്ളൊരു ഫോണാണത്. ആ ഫോണിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് തന്നെ നമുക്ക് ഈ ഫോണിൻ്റെ ഡിസൈനെ കുറിച്ച് നോക്കാം. ഫോണിൻ്റെ ബാക്ക് സൈഡായിട്ട് ഒരു ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഒരു LED ഫ്ലാഷും വരുന്നുണ്ട്. പിന്നെ വിവോയുടെ ബ്രാൻഡിങ്ങും താഴെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഈ ഫോണിൻ്റെ ബാക്ക് സൈഡായിട്ട് ഒരു ഗ്ലാസ് ബോഡിയാണ് വരുന്നത്. ഈ ഫോൺ ടോട്ടലായിട്ട് 2 കളർ വേരിയൻറ്റിലാണ് വരുന്നത്. ഒരു ബ്ലൂ കളർ വേരിയൻറ്റിലും പിന്നെ ഒരു ബ്ലാക്ക് കളർ വേരിയൻറ്റിലും. ഈ ഫോണിൻ്റെ ഫിസിക്കൽ ഓവറിംഗ് നോക്കുകയാണെങ്കിൽ 158.90 mm ആണ് ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത്. 73.52 mm ആണ് ഇതിൻ്റെ വിഡ്ത്ത്. 8.62 mm ആണ് ഇതിൻ്റെ തിക്നെസ് വരുന്നത്. 190 gram ആണ് ഈ ഫോണിൻ്റെ വെയിറ്റ് വരുന്നത്. ഫോണിൻ്റെ റൈറ്റ് സൈഡിലായിട്ടാണ് വോളിയം ബട്ടണും പവർ ബട്ടണും കൊടുത്തിട്ടുള്ളത്. ഫോണിൻ്റെ മോൾ ഭാഗത്താണ് സെക്കൻഡറി നോയ്സ് ക്യാൻസലേഷൻ മൈക്ക് വരുന്നത്. ഫോണിൻ്റെ താഴെയായിട്ട് സിം കാർഡ് സ്ലോട്ട് വരുന്നുണ്ട്. ഇതിലൊരു ഡുവൽ നാനോ കാർഡ് സ്ലോട്ടാണ് വരുന്നത്. പിന്നെ ഒരു മൈക്കും Type-C ചാർജിങ് പോർട്ട്, സ്പീക്കർ എന്നിവയാണ് ഫോണിൻ്റെ താഴെ വരുന്നത്. ഫോണിൻ്റെ ഓവറോൾ ഡിസൈനെ കുറിച്ച് പറയുകയാണെങ്കിൽ കാണുമ്പോൾ തന്നെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ഡിസൈൻ പാറ്റേൺ ആണ് വിവോ ഈ ഒരു ഫോണിന് നൽകിയിട്ടുള്ളത്. വിവോയുടെ എല്ലാ ഫോൺസും എടുത്ത് നോക്കുകയാണെങ്കിലും ഡിസൈൻ്റെ കാര്യത്തിൽ അവർ കോംപ്രമൈസ് ചെയ്യാറില്ല. 6.56 ഇഞ്ചിൻ്റെ ഫുൾ HD+ AMOLED ഡിസ്പ്ലേ ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. 120 Hz റിഫ്രഷ് റേറ്റും നൽകിയിട്ടുണ്ട്. HDR10+ൻ്റെ സപ്പോർട്ടും ഈ ഒരു ഡിസ്പ്ലേയിൽ വരുന്നുണ്ട്. പിന്നെ ഈ ഒരു ഫോണിൽ കർവ്ഡ് ഡിസ്പ്ലേ ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. MediaTekൻ്റെ Dimensity 1300 ചിപ്സെറ്റ് ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. 8 5G ബാൻഡ്സിൻ്റെ സപ്പോർട്ട് ഈ ഒരു ഫോണിന് വരുന്നുണ്ട്. LPDDR4X റാം ടൈപ്പ് ആണ് വരുന്നത്. UFS 3.1 സ്റ്റോറേജ് ടൈപ്പ് ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഈ ഫോണിൽ 8 GB എക്സ്റ്റൻഡർ റാമും നൽകിയിട്ടുണ്ട്. പിന്നെ ഈ ഫോൺ ഔട്ട് ഓഫ് ദ ബോക്സ് Android 12 വരുന്നത്. ഫൺ ടച്ച് OS ആണ് ഇതിൻ്റെ യൂസർ ഇൻ്റർഫേസ്. 4830 mAh ഒരു ബാറ്ററിയാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. 66 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടും ഇതിൽ നൽകിയിട്ടുണ്ട്. പിന്നെ ഈ ഫോണിൽ ഡുവൽ ബാൻഡ് വൈഫൈ സപ്പോർട്ട് നൽകിയിട്ടുണ്ട്. ബ്ലൂടൂത്ത് 5.2 ആണ് ഇതിൽ വരുന്നത്. പിന്നെ ഇതിൽ NFC സപ്പോർട്ട് ഉണ്ട്. കരിയർ അഗ്രിഗേഷൻ്റെ സപ്പോർട്ടും നൽകിയിട്ടുണ്ട്. ഈ ഫോണിൽ വരുന്ന ക്യാമറയെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ബാക്ക് സൈഡിലായിട്ട് ഒരു ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. ഒരു 64 മെഗാ ഒരു പ്രൈമറി ക്യാമറയാണ് വരുന്നത്. 8 മെഗാ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസും 2 മെഗാ മാക്രോ ലെൻസുമാണ് വരുന്നത്. ഫ്രണ്ട്സിൽ നോക്കുകയാണെങ്കിൽ ഒരു 32 മെഗാ ഒരു സെൽഫി ക്യാമറയാണ് കൊടുത്തിട്ടുള്ളത്. ഇതിൽ ഓട്ടോ ഫോക്കസും നൽകിയിട്ടുണ്ട്. പിന്നെ ഈ ഫോണിൽ OS സപ്പോർട്ട് ഉണ്ട്. പിന്നെ ഹൈബ്രിഡ് ഇമേജ് സ്റ്റെബിലൈസേഷൻ്റെ ഫീച്ചറും ഇതിൽ നൽകിയിട്ടുണ്ട്. അടുത്തത് നമുക്ക് ഈ ഫോണിൻ്റെ ബോക്സിൽ എന്തൊക്കെ കണ്ടന്റാണ് വരുന്നത് നോക്കാം. ഫോണിൻ്റെ ബോക്സിലായിട്ട് നമുക്ക് ഡോക്യുമെൻറ്റേഷൻ കിട്ടുന്നുണ്ട്. പിന്നെ Type-C to USB ചാർജിങ് കേബിൾ വരുന്നുണ്ട്. പിന്നെ ചാർജിങ് അഡാപ്റ്റർ, പിന്നെ Type-C to 3.5 mm ഒരു ഹെഡ്ഫോൺ ജാക്ക് അഡാപ്റ്ററും ഇതിൻ്റെ കൂടെ തന്നെ വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഫോൺ കേസ് സിം ഇജക്ടർ ടൂൾ കിട്ടുന്നുണ്ട്. പിന്നെ ഈ ഫോണിൻ്റെ മേലെയായിട്ട് ഒരു പ്രീ അപ്ലൈഡ് ഫിലിം പ്രൊട്ടക്ടറും നമുക്ക് ലഭിക്കുന്നുണ്ട്. ഫൈനലി ഈ ഫോണിൻ്റെ പ്രൈസിനെ കുറിച്ച് നോക്കാം. ഈ ഫോൺ 2 സ്റ്റോറേജ് വേരിയൻറ്റിലാണ് വരുന്നത്. 8GB 128GB വേരിയൻറ്റിന് 35,999 രൂപയും 12GB 256GB വേരിയൻറ്റിന് 39,999 രൂപയുമാണ് വരുന്നത്. ഓവറോൾ ഈ ഫോണിനെ കുറിച്ച് പറയാമെന്നുണ്ടെങ്കിൽ ഈ ഫോണിൻ്റെ ഡിസൈന് വളരെ നല്ലൊരു ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിൽ കളർ ചേഞ്ചിങ്ങിൻ്റെ ഡിസൈനൊക്കെ വരുന്നുണ്ടെന്നാണ് പറഞ്ഞത്. പക്ഷേ അത് അത്രയ്ക്ക് എഫക്റ്റീവ് അല്ല. കാരണം നമ്മളെല്ലാവരും ഫോൺ കേസ് ഇട്ടിട്ടാണ് ഫോൺ യൂസ് ചെയ്യുന്നത്. പിന്നെ കളർ ചേഞ്ചിങ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള കളറൊന്നും സെറ്റ് ചെയ്യാൻ പറ്റില്ല. ഒന്നെങ്കിൽ UV ലൈറ്റിൽ കാണിക്കുന്ന സമയത്ത് കളറിൽ ഒരു മാറ്റം വരിക, അല്ലെങ്കിൽ ഫോൺ വെയിലത്ത് കൊണ്ടുപോയി വെക്കുന്ന സമയത്ത് മാറ്റം വരിക. അങ്ങനത്തെ ഒരു ഫീച്ചേഴ്സാണ് ഈ ഫോണിൻ്റെ ബാക്ക് സൈഡിലായിട്ട് വരുന്നത്. പ്രോപ്പറായിട്ടുള്ള കളർ ചേഞ്ചിങ്ങിൻ്റെ ബാക്കാണ് ഇതിൽ വരുന്നതെന്ന് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കില്ല. പിന്നെ ക്യാമറയുടെ കാര്യത്തിൽ വിവോ എപ്പോഴും പിന്നോട്ട് നിൽക്കാറില്ല. ക്യാമറയും ഈ ഫോണിൽ അടിപൊളി ആയിരിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ നിങ്ങൾ ഈ ഫോൺ വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ഫോൺ ഡയറക്റ്റായിട്ട് തന്നെ ഓഫ്ലൈൻ സ്റ്റോറിൽ പോയി ചെക്ക് ചെയ്യാവുന്നതാണ്. ചെക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചൂസ് ചെയ്യാവുന്നതാണ് ഈ ഒരു ഫോൺ. അങ്ങനെ ഒരു ഓപ്ഷൻ കൂടി ഈ വിവോയുടെ ഫോണുണ്ട്. കാരണം ഈ ഒരു ഫോൺ ഓഫ്ലൈൻ ബേസ്ഡ് ഫോണാണ്. അപ്പോൾ നിങ്ങൾക്ക് ലൈവായിട്ട് തന്നെ ചെക്ക് ചെയ്തിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ഫോൺ എടുത്താൽ മതി. എനിക്ക് തോന്നുന്നു ഈ ഫോൺ കണ്ടു കഴിഞ്ഞാൽ തന്നെ ആർക്കും ഇഷ്ടപ്പെട്ടു പോകും. അങ്ങനെയാണ് വിവോയുടെ ഒട്ടുമിക്ക ഫോൺസ് ഉണ്ടാവാറ്. വിവോയുടെ V25 സീരീസിൽ ഇനിയും ഫോൺസ് വരാണ്ട്. കഴിഞ്ഞ ജനറേഷനായ വിവോ V23 Pro എന്നുള്ളൊരു ഫോണുണ്ട്. ആ ഫോണിൻ്റെ ലേറ്റസ്റ്റ് വെർഷനായിട്ടാണ് V25 Pro എന്നുള്ള ഈ ഫോൺ കൊണ്ടുവന്നിട്ടുള്ളത്. ഇനി V25 സീരീസിൽ വരാനുള്ള ഫോൺസ് നോക്കുകയാണെങ്കിൽ V25 ഉണ്ട്. പിന്നെ അതിൻ്റെ ലൈറ്റർ വെർഷൻ 25E അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരാനുള്ള ചാൻസും ഉണ്ട്. അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസും നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഇത്രയുമാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എല്ലാ ദിവസവും 6 മണിയാവുന്ന സമയത്ത് നമ്മുടെ ചാനലിൽ വീഡിയോസ് പബ്ലിഷ് ആവുന്നതാണ്. പിന്നെ എൻ്റെ Instagram ID ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ഫോളോ ചെയ്യുക. താഴെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ചാനൽ ബന്ധപ്പെട്ട അപ്ഡേറ്റ്സ് എല്ലാം Instagram വഴിയായിരിക്കും പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം. ബൈ.